السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القول العظيم الجاه وعلى آله وصحبه وسلم تسليما بقدر ذاته في كل وقت وحين. أما بعد. മഹാനായ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു വലിയ മഹാൻ, അള്ളാഹുടെ അങ്ങേറ്റം പേടിച്ച് ഒരൊറ്റ ഖറാത്ത് പോലും സിന്ദഗിയിൽ പറയാതെ വരെ ജാഗ്രതയാക്കിയോ മഹാൻ. ആ മഹാനിട്ടു കേട്ടാറ് എന്നിട്ട് അള്ളാഹുടോ തൃപ്തി കിട്ടുടോ, എങ്ങനെ അള്ളാഹുടെ തൃപ്തി എങ്ങനെ കിട്ടുമോ എന്ന് കേട്ടാറ്. അപ്പോൾ മഹാൻ്റെ ഉത്തര അള്ളാഹുടെ തൃപ്തിക്ക് കിട്ടുമോ, അള്ളാഹുടെ ശത്രുവായിട്ട് കാണണം. അള്ളാഹുടെ ശത്രുവായിട്ട് കാണണു. അങ്ങ് കേട്ടാറ് എന്തൊരു അള്ളാഹുടെ ശത്രുങ്ങ. ഒന്ന് ദുനിയാവ് അള്ളാഹുടെ ശത്രു, അള്ളാഹുടെ ശത്രു. പിന്നൊന്നു അങ്ങനെയുള്ള സ്വന്തം തടി. ഈ ജഡ്ര ജാഗ്രത ആക്കിയിട്ടെങ്കിൽ അള്ളാഹുടെ തൃപ്തി കിട്ടുവെച്ചെങ്കിൽ ദുനിയാവുമായി ദുനിയാവോട് കെട്ടിമറിയിട്ട് എന്തിക്കായിട്ട് ആഖിറത്ത് കയറ്റിയൊന്നും തരില്ല. ആഖിറ മറക്കാണ്ട് ദുനിയാവിടെ എത്ര കെട്ടി ഗോരിബാറ അള്ളാഹുനും അള്ളാഹു റസൂലെ മറക്കാണ്ട ദുനിയാവിടെ എത്ര പിന്നെ ആരോഗ്യ പിടിച്ചിട്ടെങ്കിലും അത് സമ്പാദന ആഖിറ സമ്പാദനാക്കുക മാത്രം ദുനിയാവിടെ ഞാൻ നിലക്ക് പിരിസവിക്കുക. അതല്ലാണ്ട് അള്ളാഹുടെ മറന്നും കൊണ്ട് ദുനിയാവിടെ പിരിസവിക്കണോ, അത് ഭയങ്കര ഡേഞ്ചർ. അതുകൊണ്ട് അള്ളാഹുടെ തൃപ്തി കിട്ടില്ല. അതോടുകൂടി തടിയുടെ പിരിച്ചു വെക്കണത് നമ്മൾ അള്ളാഹുടെ മറന്നിട്ടാവത്തില്ല. തടിയുടെ പിരിച്ചു വെക്കണോ, തടി ചെന്നതിന് വിരുദ്ധമായിട്ട് ജീവിക്കും നോക്കിയിട്ട് കൈയുടെ പരമാവധി തടിയുടെ തടി ചെന്നതിന് വിരുദ്ധമാക്കിയിട്ട് അള്ളാഹു ഇഷ്ടപ്പെട്ടതല്ല ജാഗ്രത ആക്കണം. തടി ശരീര ഇച്ഛക്ക് ഭയപ്പെട തീരാ, ശരീരിച്ച് തടിയുടെ ദാസാവത്തീരാ. അള്ളാഹുടെ ദാസെന്നങ്ങ ആയെങ്കിൽ മാത്രം അള്ളാഹുടെ തൃപ്തി കിട്ടുക എന്ന് ചൊല്ലാറ് മഹാനായ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു. ആ മഹാൻ ചൊല്ലി 4 കാര്യത്തെ മഹത്വ 4 ആളുകല്ലാണ്ട് വേറെ ആരും ಗೊತ್ತಿಲ್ಲ. ಒಂದೆಂದರು ಒಂದು ಯೌವನ ಯುವತ್ವ ಉಂಡಲ್ಲೇ, ಅದರ ಮಹತ್ವ ಬಯಸಾಯಗಲ್ಲಾಂಡ್ ಗೊತ್ತಿಲ್ಲ. ಕಾರಣ ಯುವತ್ವಕ್ಕೆ ಮಹತ್ವ ಗೊತ್ತಾವಡೆಪ್ಪ, ನಮಗೆ ಬಯಸಾಯಲ್ പിന്നെ അത് തീന്നൽ പിന്നെ ಗೊತ್ತಾವಡದ್ರ ಮಹತ್ವ. അതുകൊണ്ട് ಯುವತ್ವ ಇಕ್ಕುಮತಿಗೆ ಬುದ್ಧಿಯಿಂದ ಮನುಷ್ಯನ್ಮಾರ್ಗ ಯುವತ್ವತ್ತು ಮಾತ್ರ ಬುದ್ಧಿಯಿಂದ ಪಮ್ಮಿ ಗೊತ್ತಾವಡು. ಮಾರ್ಗ ಪರಿಪೂರ್ಣ ಬುದ್ಧಿ ಇದ್ದಂಗೆ, ಬುದ್ಧಿ ಎಲ್ಲರಿಗೂ ಉಂಟು. ಪರಿಪೂರ್ಣ ಬುದ್ಧಿ ಇದ್ದಂಗೂ ಅದರ ಮಹತ್ವ ಗೊತ್ತಾವಡಪ್ಪ. ಇವತ್ತಿಂದ ಪಮ್ಮಿ ಹಂಗೆ ಗೊತ್ತಾವಡು ಬುದ್ಧಿ ಯಾರುಂಟಲ್ಲ. ಇಲ್ಲಿಗೆ ഇപ്പോൾ ಗೊತ್ತಾವಡಪ್ಪ ಹಂಗೆ ಬಯಸಾಯಪ್ಪ ಗೊತ್ತಾವಡು. പിന്നൊന്നു സുഖത്തെ മഹത്വ മഹത്വ ಗೊತ್ತಾವಣೆ എന്താവണു കഷ്ടത്ത് സരമാല നിനക്ക് എതിരിൽ പറഞ്ഞു. അപ്പം എന്താ പറയുക സുഖത്തെ മഹത്വം എന്താ. അപ്പോൾ സുഖത്തെ മഹത്വ ചെന്നെങ്കിൽ ആരോഗ്യം ഇന്നപ്പ ബുദ്ധി എന്ന മനുഷ്യന്മാർക്ക് ആരോഗ്യം കൊണ്ട് ലാഭടിക്കും, ആഹാര സമ്പാദനക്കും ഭാഗ്യം ഉണ്ടാവിടൂ. ഇല്ലെങ്കിൽ കഷ്ടം വന്നപ്പോൾ കൊണ്ടാടാം സുഖത്തെ മഹത്വ. മൂന്നാമത്തെ എന്തോ തടിക്ക് ആഫിയത്ത് ചെന്നല്ല. ആഫിയത്തിന് മഹത്വം കൊണ്ടാടും മനുഷ്യന്മാർക്ക് രോഗം വന്നപ്പോൾ കൊണ്ടാടും എല്ലാ മനുഷ്യന്മാർ തടിക്ക് ആഫിയത്ത് പരിപൂർണ്ണ ആഫിയത്ത് കൊണ്ടങ്ങ എന്താക്കടാറ് ബുദ്ധിന്ന മനുഷ്യന്മാർ രോഗമണ്ട മുതലേ എന്ത് വേണമായതെല്ലാം ആഹൃത്തുകളെല്ലാം റെഡിയാക്കടാറ്. രോഗത്തെയും കൂടി ആഹൃത്തുകളിൽ ആസ്തിയായിട്ട് മാർപ്പെടവുള്ള കൈവുണ്ടാക്കണം. അത് ബുദ്ധിന്ന മനുഷ്യന്മാർ. നാലാമത്തെ ബുദ്ധി പിന്നെ മഹത്വന്തരോ ഞങ്ങളുടെ ചെയ്യിക്കണ ವಿಷಯ ചെന്നൈ ಭೂಮಿಲುಳ್ಳೋ ಜೀವಿತ ವಿಷಯ ಯಾರು ಗೊತ್ತಾಡೋ ಮರಚೋಣಿಗೆ ಗೊತ್ತಾಡೋ ಮರಚಲ್ಲಿ ಬಿಂದು ಗೊತ್ತಾಡೋ ನಂಗೆ ಅವ್ರು ತಿನ್ನಾರು ಕೊರಿನಾರು ಇಂದಿನೆങ്കിൽ ഇങ്ങനെ നാക്കാന്ത് എന്നെല്ലാം ಗೊತ್ತಾಡೋ. അതുകൊണ്ട് ഇവിടെ ചെയ്യിക്കണത്ര മഹത്വം ಗೊತ್ತಾಡೋ ആർക്ക് മരിച്ചങ്ങ് മാത്രം. അതുകൊണ്ട് മരണാനന്തരത്ത് മരച്ചൽ ബിന്ദിക്ക് എന്ത് പ്രയോജനമില്ല. ഇക്കുമ്പത്തി എന്താക്കണം കൈയുടെ പരമാവധി ആഹാര സമ്പാദനക്കുള്ള എല്ലാ കൈവുണ്ടാക്കണം. ചെല്ലാറ് മഹാനായ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു. ആ മഹാൻ പാടും ചെല്ലി അള്ളാഹു എന്താക്കണം ഒരു ആലിമാക്കാൻ വിചാരിക്കണം, നല്ല ആലിമാക്കുക. അതുകൊണ്ട് അള്ള നാശാക്കുമായിട്ട് എന്താക്കട അതുകൊണ്ട് ആലിമിന് നാശാക്കുമായിട്ട് അള്ള എന്താക്കട ಅವನಿಗೆ ಎಂದಾಕಡ ಅಲ್ಲ ಅವನು ಕೊಡ್ತೋ ಇಲ್ಮು ಕೊಂಡು ಅವನು ಬಾಕಿಂದು ಚೆಂದು കൊടുക്കില്ല, ಇಲ್ಮು കൊണ്ട് ಅವನು ಅಮಲ್ ചെയ്യില്ല. അങ്ങനെ അവൻ്റെ ഹലാക്കാക്കട. ಅವನು ಇಲ್ಮು കൊണ്ട് എന്താക്കില്ല, ബാക്കിന്ന് ചെന്നിട്ട് കൊടുക്കില്ല. ഇൽമുണ്ടവനുണ്ടു, അത് ബാക്കിന്ന് ചെന്ന് കൊടുക്കില്ല. അവನು അതുപോലെ അമൽ ചെയ്യുന്നതുമില്ല. അതുകൊണ്ട് എന്താ അവിടെ അവനെ ഹലാക്കാവിടെ. ഇൽമുണ്ട് ധാരാളം എന്ത് പ്രയോജന ഇല്ല. പിന്നെ ചില മനുഷ്യന്മാർക്ക് നല്ല ചങ്ങായപ്പാടുണ്ട്, നല്ല സ്വാലിഹ്യങ്ങൾ ചങ്ങായപ്പാട്. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട മഹാന്മാർ ചങ്ങായപ്പാടുണ്ട്. പക്ഷേ ആ ചങ്ങായപ്പാട് കൊണ്ട് അങ്ങ് എന്താക്കില്ല, അങ്ങനെ അങ്ങേയറ്റം ബഹുമാനിച്ചു അള്ളാഹു ഇഷ്ടപ്പെടപ്പെടും പോലെ ബഹുമാനിച്ചു കൊണ്ട് ലാഭടിക്കുക ഇല്ല. ആ നിലക്ക് എന്താക്കട അങ്ങനെ ഹലാക്കട. അപ്പം നല്ല ചങ്ങായപ്പാടുണ്ട്. ആ ചങ്ങായപ്പാടും ലാഭടിക്കുള്ള ഭാഗ്യം അങ്ങുകില്ല. അങ്ങനത്തെ മനുഷ്യന്മാരെ അള്ളാഹ് എന്താക്കിയ അങ്ങ് ചങ്ങായപ്പാടാക്കോ അല്ല തോഫീക്ക് കഴിഞ്ഞാൽ അതിനെ ഭാഗ്യം എടുക്കുക അല്ല എന്താക്കില്ല മുട്ടില്ല. അതുകൊണ്ട് ആ നിലക്ക് അങ്ങനെ ഹലാക്കാക്കി അതൊരു ശിക്ഷ അങ്ങും.
പിന്നെ ചില മനുഷ്യന്മാർ ഇഷ്ടം പോലെ ധാരാളം ഇബാദത്തുകൾ കാണാം, എത്ര നോക്കിയിട്ട് എപ്പോൾ ഇബാദത്തെ, പിന്നെ എന്തൊരു ആ ഇബാദത്തിൽ അങ്ങോട്ടൊന്നും ഇല്ല, ഇഖ്ലാസ് ഇല്ല. ഇഖ്ലാസ് എന്ന് അള്ളാഹുവിന് മാത്രമല്ല അത് ഇപ്പം ഒട്ടാരെ ഇബാദത്തിലേ നാളത്തായിട്ട് അതിലായിട്ട് നാർക്കും ഖുർആൻ ഓതുറോ, ഖുർആൻ ചെന്ന പോലെ അങ്ങയില്ല. സൂറത്തെല്ലാം സുന്നത്തായ സൂറത്തെല്ലാം ഓതുറാറ്, ഓതിയ പോലെ അങ്ങില്ല. ചെന്നെങ്കിൽ അള്ളാഹുടെ എല്ലാ പക്കും ജാഗ്രത ആക്കി ഞങ്ങൾ നൻ്റെ അള്ളാഹു നോക്കിയിട്ടുള്ള എന്നെല്ലാം ബോധത്തോടു കൂടി ഈ ബാത്തിട്ട് അങ്ങനെ ഇഖ്ലാസില്ലാത്തത് കൊണ്ട് അങ്ങനെ എന്താക്കട്ടെ, ഇഖ്ലാസില്ലാത്തത് കൊണ്ട് ഈ ബാത്ത് ഒരുപാട് എടുത്തെങ്കിലും അങ്ങനെ ഇഖ്ലാസില്ലാത്ത നിലക്ക് അങ്ങനെ അള്ളാഹ് നാശാക്കിയാകും. അതുകൊണ്ട് എന്താവില്ല, ഇൽമിന്നത് കൊണ്ട് മയാവില്ല, സ്വാലികൾ ചങ്ങായപ്പാടെ ആയത് കൊണ്ട് മയാവില്ല, ബറാബർ ഈ ബാത്തെടുത്ത് കൊണ്ടുപോയി എന്താവില്ല അങ്ങനെ ജയിക്കുകയാവില്ല. അവനെന്താവണു ഇൽമിന്ന പോലെ അമൽ ചെയ്യണം. ബാക്കി നോക്കൂ കൈയുടെ പരമാവധി ചെന്ന് കൊടുക്കണം. ബാക്കി കണ്ടെത്തെങ്കിൽ ഹറാമായത് കണ്ടെത്തെങ്കിൽ കൈയുടെ പരമാവധി എങ്ങടെ ഹിക്കുമ്പത്തിലതിനെ വിരോധിക്കുള്ള കൈ ഉണ്ടാക്കണം. പിന്നൊന്ന് നല്ല ചങ്ങായപ്പെടാക്കിയെങ്കിൽ ആ ചങ്ങായപ്പെടണം ലാഭം ഉണ്ടാക്കണം. അഹ്ലുബൈത്ത് നല്ല അങ്ങനെ അഹ്ലുബൈത്ത് മുട്ടമീക്കണം വിചാരിക്കണം. അങ്ങനെ ബഹുമാനിക്കും പോലെ ബഹുമാനിക്കലാണ്ട് അത് ഇന്നിട്ടും പ്രയോജനം ഇല്ലല്ലേ, ഇന്നിട്ടും പ്രയോജനം ഇല്ല. അത് ഒരു ഉദാഹരണം. ആ നിലയ്ക്ക് എന്താക്കണം, സ്വാലികൾ ചങ്ങായപ്പെടാക്കണം. അങ്ങനെ ബഹുമാനിക്കും പോലെ ബഹുമാനിച്ചിട്ട് അള്ളാഹ് റസൂൽ സന്തോഷാക്കണം. മൂന്നാമത്തത് ഈ ബാത്ത് എടുക്കണം. ഈ ബാത്തിൽ അള്ളാഹുക്കായിട്ടാണ് ഈ ബാത്ത് എടുക്കണതില്ല. ഈ ബാത്ത് ആയിട്ടെങ്കിൽ ഞങ്ങളെല്ലാ പോക്കും വാക്ക് എന്താവണം അള്ളാഹു ഇഷ്ടപ്പെടുക. അതുകൊണ്ട് ആ നിലയ്ക്ക് നിങ്ങൾ എന്താക്കുക, പിന്നെ ഞങ്ങൾ ആഖിറ ഖൈറാക്കുക. ആ നിലയ്ക്ക് ഖൈറാക്കും ഇൻഷാ അല്ലാഹ്. മഹാനായ ഹാത്തമുൽ അസമ്മ റളിയല്ലാഹു അൻഹുവിന്റെ ഹഖ് പറഞ്ഞ അതുപോലത്തെ മഹാപരിശു വെച്ച എല്ലാ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു എല്ലാ പ്രവർത്തനം സ്വീകരിച്ച് നിങ്ങളെല്ലാവരും ഖൈർ കൊടുത്താക്കല്ല, ഇസ്സത്തിലാക്കല്ല, ഈമാനി ആരാക്കിത്താ അല്ല, ബുദ്ധി ആരാക്കിത്താ അല്ല, എല്ലാം നിങ്ങൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് ഇത് പ്രകാരം ജീവിക്കാൻ എനിക്ക് നമുക്ക് ഭാഗ്യം ഉണ്ടാക്കുക. അല്ലാഹ് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.